ഹായ് ഗൗരിയാണ്. വെൽക്കം ടു വി ആർ ഡിസൈൻസ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണത് നമ്മുടെ ഓണം റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന കുറേ കളക്ഷൻസിന്റെ കട്ട് സൈസ് മാത്രമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ കണ്ട ഉടൻ തന്നെ വേഗം തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വന്നിട്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മുടെ ഈ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തുള്ള എല്ലാ കസ്റ്റമേഴ്സിനും തന്നെ അറിയാൻ പറ്റും നമ്മൾ അത്രയ്ക്കും ഫാസ്റ്റ് ഡെലിവറിയാണ് കേട്ടോ. നമ്മുടെ പോസ്റ്റൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ഒട്ടും പെൻഡിങ് വെക്കുന്നില്ല. കാരണം നിങ്ങൾ ഓണം ഇതായിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയും നമ്മൾ ഡെയിലി 2-3 ടൈം തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട. ഓണം ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടുമോ കിട്ടിയില്ലയോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. ഇൻസൈഡ് കേരള ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 3 ഡേയ്സ് 3-4 ഡേയ്സ് 4 ഡേയ്സ് ഇനിയിപ്പം കുറച്ച് ഈവനിങ് ഒക്കെ അയക്കണം മാത്രമേ 4 ഡേയ്സ് വരത്തുള്ളൂ. ഇതിപ്പം കോട്ടയം തൊട്ട് ഇങ്ങോട്ട് സൗത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 2 ഡേയ്സിനകത്ത് കിട്ടും. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ വേഗം ഓർഡർ പ്ലേസ് ചെയ്യുക. നമ്മൾ എത്ര വേഗം നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്കും വേഗം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതെല്ലാം നമ്മൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ വന്നിട്ട് 1-2 പീസസ് മാത്രമേ ഉള്ളൂ. അത് നമ്മളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഓഫർ സെയിലായിട്ട് നമ്മളിപ്പോൾ സെല്ല് ചെയ്യാണ് കേട്ടോ. അപ്പം എല്ലാ ഓഫർ സെയിൽ വീഡിയോയും പോലെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആയിരിക്കത്തില്ല കേട്ടോ. കാരണം ഒന്നാമത് ഇത് നമ്മൾ ഓഫറിനാണ് ഇടുന്നത്. അത് മാത്രവുമല്ല, നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ച പ്രകാരം വേറെ കസ്റ്റമർക്ക് അത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, അവർക്കും കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങളും പർച്ചേസ് ചെയ്യത്തില്ല, പിന്നെയും നമ്മളത് ഓഫർ സെയിൽ ഇടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് കളക്ഷൻ കണ്ടിട്ട് വന്നാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ കാണാൻ പോണത് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് കസ്റ്റമർക്ക് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതിൻ്റെ ഒറ്റ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 3XL ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, എത്ര നല്ല ഐറ്റം ആണെന്നുള്ളത്. ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. 3XL മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. 399 വരുന്നുള്ളൂ. നമ്മൾ 449 ആണ് സെല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിത് ഓഫർ ആയതുകൊണ്ട് ഒറ്റ പീസ് ആയതുകൊണ്ടാണ് 399 സെല് ചെയ്യുന്നത് കേട്ടോ. ബാക്കി എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു ഓൾറെഡി. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതും നമ്മൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ നമുക്കൊരു എം സൈസ് മാത്രമല്ലേ ഉള്ളൂ. എം സൈസ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇതൊരു വെർട്ടിക്കൻ ഫാബ്രിക്കാണ് വരുന്നത്. സ്ലീവ്സിന് ബോഡി പോർഷനും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഡെയിലി വെയർ ഇടാൻ പറ്റിയ അടിപൊളിയാണ്. എം സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 46 ആണ് വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് വന്നിട്ട് ഒരു ഒനിയൻ പിങ്ക് ആണെങ്കിൽ അതിൻ്റെ വന്നിട്ട് ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽ സൈസും XL സൈസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ കണ്ടതിൻ്റെ സെയിം തന്നെയാണ് പെക്യുലാരിറ്റി എല്ലാം. ആ ഒരു ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് ആയിട്ടുള്ളൂ. ഇത് വന്നിട്ട് നല്ല ഒരു ഗ്രേ ആൻഡ് ബ്ലൂയുടെ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ്. അതിൻ്റെ തന്നെ വേറൊരു ഐറ്റം അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് എൽ സൈസും XL സൈസും അവൈലബിൾ ആണ്. ഇതിൻ്റെ എൽ സൈസും XL സൈസും അവൈലബിൾ ആണ്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 299 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. ഒരു റയോൺ ഫാബ്രിക് ആണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല റയോൺ ആണ് കേട്ടോ. ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് പോലത്തെ ആ ഒരു അങ്ങനത്തെ ടൈപ്പ് റയോൺ ആണ്. നമ്മൾ നോർമലി കാണുന്ന ആ റയോൺ അല്ല കേട്ടോ. ഇത് ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഒരു കോളർ നെക്കാണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞത് ഓഫ് വൈറ്റും ഒരു മസ്റ്റേർഡ് യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. എയർലൈൻ പാറ്റേണിലാണ് വരുന്നത്. സെൻട്രൽ പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ളതല്ല. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ എം സൈസ് എൽ സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ലൂസ് പാൻറ്റാണ്. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും വന്നിട്ട് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് 39ഉം ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് 46 ആണ് വരുന്നത്. അവൈലബിൾ സൈസ് എം സൈസും എൽ സൈസും. പ്രൈസ് 499. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു 299 റേറ്റിലുള്ളൊരു ഫ്രോക്ക് മോഡൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ വന്നിട്ട് നമുക്ക് ഒരു എം സൈസും എൽ സൈസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 299 ആണ് റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. പഫ് സ്ലീവ് ആണ് വരുന്നത്. നല്ല ഒരു ഫ്രോക്ക് മോഡലിലാണ് വരുന്നത്. ബാക്ക് ഏരിയയിൽ ഡോറി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എൻഡ് പോർഷനിൽ ഇങ്ങനെ ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എൽ സൈസും ഇതിൻ്റെ വന്നിട്ട് ഒരു എം സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 299. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു നമ്മൾ കോട്ട് സെറ്റ് തന്നെയാണ് കാണാൻ പോണത്.
ഇതിൻ്റെ കോഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ലെങ്ത് കുറവുള്ള ടൈപ്പിലുള്ള കോഡ് സെറ്റ് ആയിരുന്നു. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് ഇല്ല. നല്ല കട്ടിയുള്ള നല്ല കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് നമ്മുടെ നീ പോർഷൻ വരെ ഉണ്ടാവുള്ളൂ. ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. പാൻറ് വന്നിട്ട് ഫ്രണ്ട് ഏരിയയിലും ബാക്ക് പോർഷനിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ലീവ്സിലുള്ള പോലെ ഉണ്ട്. ഇതിൻ്റെ അവൈലബിൾ സൈസ് എക്സൽ സൈസ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സൽ സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു ഷെയ്ഡാണ്. സെയിം മോഡൽ തന്നെയാണ് വരുന്നത്. ഇതും കോഡ് സെറ്റ് തന്നെയാണ്. ഇപ്പം ട്രെൻഡിങ് ആയിരിക്കുന്ന ഐറ്റമാണ്. ഇതിൻ്റെ നമുക്കൊരു എക്സൽ സൈസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സെയിം തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. നമുക്ക് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ഭംഗിയാണ്. എലാസ്റ്റിക് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മെറൂൺ ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ കണ്ടത് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. രണ്ടിൻ്റെയും സൈസ് വന്നിട്ട് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. 499 വരെ നമ്മൾ 199 റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുർത്തിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് കുറച്ച് പീസസ് അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി 199 അഫോർഡബിൾ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് ഇടാനൊന്നുമില്ല. എങ്കിലും നമ്മളിപ്പോൾ ഇതൊരു 169 സെല് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ ഡബിൾ എക്സൽ സൈസാണ് ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡബിൾ എക്സൽ ആണ് വരുന്നത്. സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ലെങ്ത് 46 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അതിൻ്റെ കുറച്ച് അധികം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വന്നിട്ടൊരു ഗ്രേ ആണ്. നമ്മൾ നേരത്തെ കണ്ടൊരു ബ്ലൂ ഷെയ്ഡ് ആണെങ്കിൽ ഇത് ഗ്രേ ആണ്. ഇതിൻ്റെ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു പാറ്റേണിൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. ആൻഡ് ദിസ് വൺ എക്സൽ അവൈലബിൾ ആണ്. ഗ്രേ ആണ് വരുന്നത്. ദിസ് വൺ എക്സൽ അവൈലബിൾ ആണ്, ബ്ലൂ ഷെയ്ഡ്. ഇതും ഒരു ഗ്രേ പാറ്റേണിൽ ഗ്രേ തന്നെയാണ്. എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ യോക്കിരിയിൽ കാണുന്ന വർക്ക് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇതും ഒരു എക്സൽ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. എക്സൽ നമുക്ക് 3-4 പീസസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പാറ്റേണിൽ വരുന്ന ബ്ലൂവിൻ്റെയും നമുക്ക് ഒരു ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി, കുറച്ച് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 169 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. 2 ടോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. ഇതിൻ്റെ സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് ഇല്ല. ഇത് നമുക്കൊരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 399 ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസസ് അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. ഇതിൻ്റെ അവൈലബിൾ സൈസ് ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഈ യോക്ക് ഏരിയയിലും ഇങ്ങനെ കാണുന്ന ഈ വർക്ക് വന്നിട്ട് ഫുള്ള് വന്നിട്ട് ഗോൾഡൻ കളർ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ. നല്ല നമുക്കൊരു ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റിയ അടിപൊളിയാണ്. എത്ര വാഷ് ചെയ്താലും സിങ്കേജും ഇല്ല. അതേപോലെ കളർ ഫെയ്ഡും ആവാത്ത ഒരു ഫാബ്രിക്കാണ് കേട്ടോ. നമ്മളിപ്പം ഫസ്റ്റ് കണ്ടത് വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡാണ്. അതിൻ്റെ ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ. ഇത് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ആണ്. പെക്കുലാരിറ്റി എല്ലാം സെയിം ആണ്. അതിൻ്റെ അവൈലബിൾ സൈസ് വന്നിട്ട് 2 എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. സെയിം പാറ്റേൺ തന്നെയാണ്. 2 എക്സൽ സൈസ് അവൈലബിൾ ആണ്. ആൻഡ് അതിൻ്റെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കഴിഞ്ഞത് ഓക്കെ, ഇതിൻ്റെ ഒരു എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. ബോട്ടിൽ ഗ്രീൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 349 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഒറ്റ പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതും ഒരു 2 ടോൺ ഫാബ്രിക്കിലാണ് വരുന്നത്. നമ്മളിത് ഒത്തിരി സെല്ല് ചെയ്താണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഒറ്റ പീസ് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ആണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. ഈ നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും ഉണ്ട്, ഇങ്ക് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും ഉണ്ട് കേട്ടോ. എക്സൽ ആണ് സൈസ് വരുന്നത്. ഇത് കേട്ടോ, ഇതിൻ്റെ പാൻറ് വന്നിട്ട് നല്ല ലൂസ് പാൻറ്റാണ്. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൻ്റെ ലെങ്ത് 46 ആണെങ്കിൽ പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് 39 ആണ് വരുന്നത്. അവൈലബിൾ സൈസ് എക്സൽ മാത്രമേ ഉള്ളൂ. പ്രൈസ് 449. ഇതൊക്കെ നമ്മൾ കട്ട് സൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് സെല്ല് ചെയ്യണത്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ സെയിം തന്നെയാണ്. ആ ഒരു ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. രണ്ടും എക്സൽ സൈസാണ്. പ്രൈസ് 449. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അത് മിസ്സായിപ്പോയി കാണിക്കാൻ. ഇതിൻ്റെ 2 എക്സൽ സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ.
നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള 349 കുർത്തിൻ്റെ നേവി ബ്ലൂ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതും നമ്മൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുർത്തിയാണ്. ഇതിൻ്റെ നമുക്ക് കുറച്ച് പീസസ് അവൈലബിൾ ആണ്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു എന്താ പറയുക, വൈൻ കോഫി ബ്രൗൺ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ്. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് XL മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ലെങ്ത് 47 ആണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ യോക്കിൽ കാണുന്ന ഫുള്ള് വന്നിട്ടും ഇത് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റിയ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട്. അവൈലബിൾ സൈസ് ഇതിൻ്റെ XL ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് 399 വരുന്നുള്ളൂ. അതിൻ്റെ കുറച്ച് കളേഴ്സും കുറച്ച് സൈസസും അവൈലബിൾ ആണ്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. എല്ലാം നൂർത്തോപ്പ് കാണിക്കുന്നില്ല. രാമ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. അവൈലബിൾ സൈസ് XL സൈസ് ആണ്. ഓക്കെ, ഇത് വന്നിട്ട് ഒരു ഗ്രേ കളറാണ് വരുന്നത്. ഡാർക്ക് ഗ്രേ ആണ്. അതിൻ്റെയും XL സൈസ് മാത്രമേ ഉള്ളൂ. ഇത് വന്നിട്ട് XXL സൈസാണ്. നല്ലൊരു ചിക്കു ഷെയ്ഡാണ്. ചിക്കു ക്രീമിഷ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. അതിൻ്റെ XXL ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വന്നിട്ടൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. XXL ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ വന്നിട്ട് XL സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിട്ട് 399 വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് 2 പീസ് സെറ്റ് ആയിരുന്നു. നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു റീസെൻ്റ് ആയിട്ട്. ഇതിൻ്റെ ഒരു XXL പീസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. സ്ലീവ്സിൽ ലൈനിങ് വരുന്നില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ഉണ്ട്. കുത്തിൻ്റെ ലെങ്ത് 46 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഫുൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിലും. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റമാണ്. ഇങ്ങനെയാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഒറ്റ പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 499. നമ്മൾ 555 റേറ്റ്സിന് എന്തോ ആയിരുന്നു സെല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു XXL മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 499 2 പീസ് സെറ്റാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് കോട്ട് സെറ്റ് ആണ്. റയോൺ ആണ് ഫാബ്രിക് വരുന്നത്. സ്ലീവ്സ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട്. ലെങ്ത് 47. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഒരു വി നെക്ക് പോലെ വന്നിട്ട് ഫുൾ വന്നിട്ട് ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ലേസ് വർക്ക് വന്നിട്ട് ബാക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് വന്നിട്ട് ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു XL സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. 699 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് അതിൻ്റെ ടോപ്പാണ് കണ്ടത്. അതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ഏരിയയിൽ പടി പോലെ കൊടുത്തിട്ട് അതിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഏരിയയിൽ എലാസ്റ്റിക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഒരു ലൂസ് പാൻറ്റാണ് വരുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് 39 ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ XL മാത്രമേ ഉള്ളൂ. പ്രൈസ് 699. നമ്മളിപ്പോൾ കണ്ടത് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ കണ്ടത് വന്നിട്ട് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു പാരറ്റ് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെ വന്നിട്ട് നമുക്കൊരു L സൈസും XL സൈസും മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നേരത്തെ കണ്ടതിൻ്റെ സെയിം തന്നെയാണ് പെക്യുലാരിറ്റി എല്ലാം. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. 2 പീസ് സെറ്റ് തന്നെയാണ് വരുന്നത്. 699 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു കോട്ട് സെറ്റ് തന്നെയാണ് കേട്ടോ. ഒത്തിരി കോട്ട് സെറ്റുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെയും അഫോർഡബിൾ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു മസ്റ്റേർഡ് യെല്ലോയിൽ വരുന്ന കോളർ നെക്ക് വരുന്നതാണ്. സൈഡ് സ്ലിറ്റ് ആണ്. കുർത്തിൻ്റെ ലെങ്ത് 47 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. എല്ലാത്തിൻ്റെയും 3/4 ആണ്. 3/4 അല്ലാത്ത ഉണ്ടെങ്കിൽ ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നതായിരിക്കും. അവൈലബിൾ സൈസ് വന്നിട്ട് L സൈസ് മാത്രമേ ഉള്ളൂ. കോളർ നെക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമുക്കിതൊക്കെയും ഒരു അഫോർഡബിളിൽ, ഇത്രയും ഒരു അഫോർഡബിളിൽ എവിടെയും കിട്ടത്തില്ല. അത്രയ്ക്ക് അഫോർഡബിൾ ആണ്. നമ്മൾ ഓൾറെഡി അഫോർഡബിൾ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ കട്ട് സൈസ് ആയപ്പോൾ നമ്മൾ ഒന്നും കൂടെ അഫോർഡബിൾ ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ വേഗം പർച്ചേസ് ചെയ്തോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അത്രയ്ക്കും മസ്റ്റ് ബൈ ആയിട്ടുള്ള നല്ല ഐറ്റമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും എലാസ്റ്റിക്കിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞതൊരു 39 ആണ് വരുന്നത് കേട്ടോ. നല്ല കോട്ടൺ ആണ് കേട്ടോ. ഇത് L സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു 3 പീസ് സെറ്റാണ്. നമ്മളൊരു ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ വന്നിട്ട് നമുക്കൊരു L സൈസും XL സൈസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. 3/4 സ്ലീവ് ആണ്. ലെങ്ത് 47. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഇങ്ങനെ കുറച്ച് ബട്ടൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാൻറ്റ് വന്നിട്ട് നല്ല ഒരു ലൂസ് പാൻറ്റാണ് കേട്ടോ. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് 39 ആണ് വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്.
അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് നല്ല ഒരു ഇതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒത്തിരി പീസ് കൊണ്ടുവന്നു നമ്മൾ സെല്ല് ചെയ്തു തീർന്ന പ്രകാരം നമുക്കിപ്പോൾ ഒരു എൽ സൈസും എക്സൽ സൈസും മാത്രം അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. 3 പീസ് സെറ്റാണ് വരുന്നത്. ദുപ്പട്ടൻ്റെ ലെങ്ത് വന്നിട്ട് 2.5 തന്നെ വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റമാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 549 വരുന്നുള്ളൂ. ത്രീ പീസ് സെറ്റൊക്കെ വന്നിട്ട് നമുക്കൊരു 549 കിട്ടുമെന്ന് പറയുന്നത് അത്രയ്ക്ക് അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് ഡെയിലി വരെ ഇടാൻ പറ്റിയ, നിങ്ങൾക്ക് എത്ര വാഷ് ചെയ്താലും എനിക്ക് ഉറപ്പുണ്ട് അതൊന്നും ചുരുങ്ങിയ കളർ ഫെയ്ഡ് ആവുകയോ ചെയ്യത്തില്ല എന്നുള്ളത്. അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ എക്സൽ സൈസും എൽ സൈസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 549. നെക്സ്റ്റ് വൺ വന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു 3 പീസ് സെറ്റ് തന്നെയാണ്. ഇത് നമ്മൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ നമുക്ക് കുറച്ച് കട്ട് സൈസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ കട്ട് സൈസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് ഫ്രഷ് ഐറ്റം ആണ് കേട്ടോ. ഇതൊക്കെയും നല്ല റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ നമുക്ക് 2 എം സൈസ് അല്ലേ, 2 എം സൈസും ഒരു എൽ സൈസും ഒരു എക്സൽ സൈസും അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് ഏരിയ എങ്ങനെയാണ് വരുന്നത്? 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ഉണ്ട്. നല്ലൊരു ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത്. കുർത്തിൻ്റെ ലെങ്ത് 47 ആണ് വരുന്നത് കേട്ടോ. ആക്ച്വലി ഇതൊരു എം സൈസ് ആണെങ്കിൽ തന്നെയും ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എൽ സൈസ് ആണ്. എൽ സൈസ് ആണെങ്കിൽ തന്നെയും അത്യാവശ്യം എൽ സൈസ് കഴിഞ്ഞ് എക്സലിനും എല്ലിനും ഇടയിലുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എം സൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ സൈസുകാർ യൂസ് ചെയ്യാം, എൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സൽ സൈസുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഇതിൻ്റെ അളവ് ചോദിച്ചാൽ മതി. ഇത് കുറച്ച് പ്ലസ് സൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഇത് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഐറ്റമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. അതിൻ്റെ പാൻറ് വന്നിട്ട് നല്ലൊരു സാൻഡൂൺ ബോട്ടമാണ് വരുന്നത്. ഫ്രണ്ട് ഏരിയയിൽ ഇങ്ങനെ പടി പോലെ കൊടുത്തിട്ട് ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഏരിയയിൽ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് ഒരു 38 ആണ് വരുന്നത് കേട്ടോ. നല്ല ഐറ്റമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട നോക്കിക്കേ, നല്ല ഹെവിയാണ് വർക്ക് കാര്യങ്ങളൊക്കെ. ആ യോക്കിൽ കാണുന്ന പോലെ തന്നെ സെയിം വർക്ക് വന്നിട്ട് ഈ ദുപ്പട്ടയുടെ വൺ സൈഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ വന്നിട്ട് വർക്ക് പോകുന്നുണ്ട്. സ്കാലപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് വേഗം പർച്ചേസ് ചെയ്തോളൂ. ഇതൊക്കെയും നല്ല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇപ്പം നമുക്ക് കുറച്ച് പീസസ് അവൈലബിൾ ആണ്. എം സൈസ് 2 പീസും എൽ സൈസ് 1-2 പീസും എക്സൽ 1 പീസും അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ സെല് ചെയ്ത് തീർന്ന പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ ഒരു കട്ട് സൈസ് സെല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. 969 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു കോട്ട് സെറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പം ഒരു ഓഫറിലാണ് സെല് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സലും ഇതിൻ്റെ ഒരു എക്സലും 2 ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അവൈലബിൾ അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ഉണ്ട്. ലെങ്ത് 47 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. നമുക്ക് ഓണത്തിന് മാത്രമല്ല അല്ലാതെയും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഫാബ്രിക്കുമാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല ഇതിപ്പം നേരിൽ നിങ്ങൾക്ക് വാങ്ങിയവർക്ക് അറിയാൻ പറ്റും. അവരൊക്കെ തന്നെ പറയാറുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ്. നമ്മൾ ഇതിൻ്റെ തന്നെ കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് വേറെ മെറ്റീരിയലായിരുന്നു. ഇത് വേറെ മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. കോട്ട് സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേഗം പർച്ചേസ് ചെയ്തോളൂ. സൈസ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് 39ഉം ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് 47 വരുന്നത്. അവൈലബിൾ സൈസ് വന്നിട്ട് എക്സൽ സൈസും ഡബിൾ എക്സലും അവൈലബിൾ ആണ്. ചെറിയ സൈസ് അവൈലബിൾ അല്ല. അതിൻ്റെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു മോഡലാണ്. വളരെ ചെറിയ മോഡൽ ഡിഫറൻസ് ഉണ്ട്. ആ യോക്കിലെ വർക്ക് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി പിക്കിലായിട്ടെല്ലാം സെയിം ആണ്. ഇതിൻ്റെയും ഒരു ഡബിൾ എക്സൽ പീസ് അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഡബിൾ എക്സലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഡബിൾ എക്സൽ പീസും അവൈലബിൾ ആണ്. പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നമ്മൾ 599 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്കിത് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്ത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓണം റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള ഒരു കുർത്തിയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് ജോർജറ്റ് ആണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട്. നല്ലൊരു ഫ്രോക്ക് മോഡൽ എലൈൻ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. ജാക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ. ഈ ജാക്കറ്റ് വന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയതല്ല. ഇതിൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റും നല്ലൊരു അറ്റയറാണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ ഒരുപാട് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഒറ്റ പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അവൈലബിൾ സൈസ് വന്നിട്ട് എൽ സൈസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ യോക്കിരിയിൽ കാണുന്ന ഫുള്ള് വന്നിട്ട് ഗോൾഡൻ കളർ വന്നിട്ട്
ത്രെഡ് വർക്കാണ് കേട്ടോ. ആ ത്രെഡ് വർക്ക് വന്നിട്ട് ഈ ജാക്കറ്റിൽ ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അതേപോലെ 3/4 സ്ലീവ്സിൻ്റെ എൻഡിലും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ സൈസ് വന്നിട്ട് എൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 549. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റമാണ്. അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ഇന്ന് കണ്ട കുർത്തിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ മാക്സിമം ഷെയർ കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ മെസ്സേജസും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ കൊടുത്ത് ഇത്രയും നാളും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഓഫർ സെയിൽ വീഡിയോയും എല്ലാ വീഡിയോയും വിജയിപ്പിക്കും പോലെ ഈ വീഡിയോയും വിജയിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ഒരു ദൂരം നമുക്ക് വരാൻ പറ്റിയത്. അപ്പം ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഔട്ട്, ഗൗരി.